ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രീൻ കളർ പേപ്പറും അതുപോലെ തന്നെ സിസർ, ഗമ്മ്, ഒരു ഇർക്കിൽ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു സ്കെച്ച് പെന്നും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് നമ്മളിന്ന് ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഇർക്കിലൊന്ന് ചുറ്റിയെടുത്തു. അതൊന്ന് സെറ്റാവാൻ വെച്ചതിന് ശേഷം നമുക്കത് ഇതുപോലൊരു ഹാർട്ടാണ് വരച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റെം വെച്ചിട്ട് നീണ്ടു നിൽക്കുന്ന പോലെ ഒന്ന് വെട്ടിയെടുക്കണം. അങ്ങനെ എല്ലാ ലീവ്സും നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇതുപോലെയാണ് നമ്മളൊന്ന് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ കുറേ ലീവ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലീവ്സിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അതിൻ്റെ വെയിനൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക, പിന്നെ അതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ അവിടെ നമ്മുടെ ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് അതിങ്ങനെ വള്ളിയിൽ കിടക്കുന്ന പോലെയായിരുന്നു. ഞാനിപ്പോൾ ഇത് ഒരു പ്ലാന്റിൽ നിൽക്കുന്ന പോലെയാണ് വരച്ചേക്കുന്നത്, ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ വെയിൻസ് എല്ലാം ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിൽ കൂടെ പോകുന്ന വെയിനിൽ റെഡ് കളർ കൊടുത്തിട്ടും ചെയ്യാം. എന്നിട്ട് എല്ലാ ലീവ്സിലും നമ്മളിതുപോലെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ 2 വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഓരോന്നായിട്ട് നമ്മൾ ലീവ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ, ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം. അപ്പോൾ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഇപ്പം സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ ചാനൽ, അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു ഫ്ലവർ പോട്ടിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ ഫ്ലവർ പോട്ട് വേറൊന്നുമല്ല, നമ്മുടെ കംഫർട്ടിൻ്റെ പോട്ടിൽ കട്ട് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് സ്റ്റോൺസ് ആണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ ബേബി മെറ്റലില്ലേ, അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ, ടേക്ക് കെയർ.